അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വെജിറ്റബിൾ ബർഗർ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 3 മീഡിയം വലിപ്പത്തിലുള്ള ചെറിയ പൊട്ടാറ്റോ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ബ്രെഡ് ക്രംസ് തയ്യാറാക്കാണ്. അതിനെ ബ്രെഡ് ആദ്യം തന്നെ നല്ല രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുത്തു. അത് ചൂടായിട്ട് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് പൗഡറായിട്ട് നമ്മൾ മാറ്റുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുള്ളൂ. ഈ ഒരു പരുവത്തിൽ നമ്മൾ ബ്രെഡ് ക്രംസ് തയ്യാറാക്കി മാറ്റി വെച്ചു. ഇനി നമ്മൾ വെജിറ്റബിൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ യൂസ് ചെയ്യാം. ബീറ്റ്റൂട്ടൊക്കെ ആണെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ വെജിറ്റബിൾ പാറ്റ് നമുക്ക് തയ്യാറാക്കി മാറ്റാൻ പറ്റും. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവിയിൽ ജസ്റ്റ് ഒന്ന് പുഴുങ്ങി ജസ്റ്റ് ഒന്ന് സ്ട്രെയിനറിൽ വെച്ചിട്ട് പുഴുങ്ങി എടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് പാനിൽ അല്പം വെള്ളം തളിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരുപാട് കുക്കാവേണ്ട, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കാവും. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അതൊരു 5 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ വെജിറ്റബിൾ എല്ലാം കുക്കായി വെള്ളം എല്ലാം ഡ്രൈ ആയിട്ട് മാറി. നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നില്ല. ഈ ഒരു പരുവത്തിൽ ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് വെജിറ്റബിൾസ് ബോയിൽ ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. ഒരു പാൻ ചൂടാക്കി അല്പം ഗാർലിക് ഇട്ട് കൊടുത്തു. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഗാർലിക് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്. അതിലേക്ക് പച്ചമുളക്, 2 പച്ചമുളകാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് സവാള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല സോട്ട് ചെയ്തു. കാശ്മീരി മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി നുള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾ കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ നമ്മളിതിലേക്ക് ഉടച്ച് ചേർക്കാൻ പോവാണ്. നല്ല രീതിയിൽ നമ്മൾ പൊട്ടാറ്റോ ഒട്ടും കട്ടയില്ലാതെ ഉടച്ചു. ഇത് നമ്മളിനി തയ്യാറായ വെജിറ്റബിളിലേക്കെല്ലാം നമ്മൾ മസാലയിലേക്കെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അല്പം മല്ലിയില കൂടി നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം വെള്ളം തളിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഈ സമയത്ത് നമ്മളിതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഇതിൽ പച്ചമുളകിൻ്റെ പിന്നെ മുളക് പൊടിയുടെ അല്പം കുരുമുളകിൻ്റെ ഈ ഒരു സ്പൈസിയാണ് നമുക്കിതിന് കിട്ടുന്നത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ബോൾ പിടിക്കാവുന്ന പരുവത്തിൽ നമ്മളിതിനെ തയ്യാറാക്കി നമ്മുടെ മസാല മാറ്റി വെച്ചു. ഇനി നമ്മൾ ഇത് ബാറ്റർ മിക്സ് ചെയ്യാനായിട്ട് കോൺഫ്ലവറും മൈദയും ഓരോ സ്പൂണും വീതം കൊടുത്തിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ആ ബാറ്ററിൽ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് ടൈറ്റായിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഒട്ടും കട്ടയില്ലാതെ ഈ ഒരു പരുവത്തിൽ നമ്മളതിനെ മിക്സ് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ നല്ല വലിപ്പത്തിൽ തന്നെ നമ്മുടെ ബോൾ പിടിച്ച് മാറ്റി വെച്ചു. മസാല എല്ലാം ബോളായിട്ട് തന്നെ മാറ്റി വയ്ക്കുകയാണ്. പാറ്റി തയ്യാറാക്കുമ്പോൾ നമ്മുടെ ബർഗർ ബണ്ണിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ പാറ്റി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് കടിക്കുമ്പോൾ എല്ലാം ഒരേപോലെ നമുക്ക് ലെയറായിട്ട് കിട്ടുമ്പോഴാണ് ടേസ്റ്റ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ആദ്യം തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് നമ്മുടെ പാറ്റി ഒന്ന് മുക്കിയെടുത്തു. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് കൂടി മിക്സ് ചെയ്ത് വീണ്ടും നമ്മുടെ ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഇതേ ഒരു സ്റ്റെപ്പ് പോലെ തന്നെ ചെയ്ത് ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് 2 സൈഡും വളരെ സ്ലോ ഫയറിൽ വേണം അത് കുക്ക് ചെയ്യാൻ. കൂടുതൽ ഫയറാണ് ആവശ്യം വേവില്ല. പുറത്ത് മാത്രം കളർ ഡാർക്കായിട്ട് മാറും. നമുക്ക് നല്ല ഭംഗിയിൽ ഇത് കിട്ടില്ല. അപ്പോൾ വളരെ സ്ലോ ഫയറിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ പാറ്റി എല്ലാം നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടും. വെജിറ്റബിൾ എല്ലാം പൊട്ടോറ്റോ എല്ലാം കുക്ക് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കളർ മാറിയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ പാറ്റി തയ്യാറായി കഴിഞ്ഞ് നമ്മൾ പാറ്റിയുടെ മുകളിൽ ജസ്റ്റ് ആ ചീസ് വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റായിട്ട് നമുക്ക് വയ്ക്കാം, പക്ഷെ ഒന്നുകൂടി മെൽറ്റ് ചെയ്ത് കിട്ടാനായിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ചീസ് വെച്ചിട്ടാണ് നമ്മൾ ലെയർ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ അല്പം ബട്ടർ ഇട്ട് കൊടുത്ത് നമ്മുടെ ബണ്ണ് 2 പീസായിട്ട് നമ്മൾ മാറ്റി ബർഗർ ബണ്ണെടുത്ത് ബട്ടറിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളതിൻ്റെ മയോണൈസ് തയ്യാറാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം മയോണൈസ്. എഗ്ലെസ് മയോണൈസാണ് നമ്മളിതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് തയ്യാറാക്കുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ മയോണൈസ് തേച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ ലെറ്റ്യൂസ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് കുക്കുംബർ, സവാള, ടൊമാറ്റോ ഇത്രയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള പാറ്റി, അതിൻ്റെ മുകളിൽ ചീസ്, അതിൻ്റെ മുകളിൽ അല്പം കൂടി നമ്മുടെ മയോണൈസ് തേച്ച് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബർഗർ റെഡി ആയി കഴിഞ്ഞു.